കായംകുളം സെന്റ് മേരീസ് ബദനി പബ്ലിക് സ്കൂളിന്റെ 20ാമത് വാർഷികവും കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം സെന്റ് മേരീസ് ബദനി പബ്ലിക് സ്കൂളിൽ 20ാമത് വാർഷികവും കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് ഉദ്ഘാടനം നിർവഹിച്ചു. ജീവിതത്തിൽ അതിനുശേഷം എത്രയോ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സമയത്തും ഈ ഭൂമിയിലില്ലാത്ത എൻ്റെ അച്ഛൻ എൻ്റെ ഒരു മുമ്പിൽ ഇങ്ങനെ വന്നു നിൽക്കുന്നത് പോലെ ഇന്നും ഞാൻ സങ്കല്പിക്കും. അച്ഛൻ അന്ന് പറഞ്ഞ വാചകം ഇതാണ്: കുട്ടിയെ, വിജയത്തിൽ നിന്ന് നിനക്ക് ഒരു പാഠവും പഠിക്കാൻ പറ്റില്ലടാ, പരാജയത്തിൽ നിന്ന് മാത്രമേ നിനക്ക് പാഠങ്ങൾ പഠിക്കാൻ സാധിക്കൂ എന്നുള്ള പരമമായ സത്യം മക്കളോട് പറഞ്ഞു കൊടുക്കണം. ഒരു തവണ അവർ പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് എപ്പോഴെങ്കിലും പിന്മാറേണ്ട പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേരിലൊക്കെ നേരെ പോയിട്ട് ആത്മഹത്യ ചെയ്യുക, ഒളിച്ചോടുക, ഇങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള അവർക്കുള്ള കരുത്താണ്. അതിന് റോൾ മോഡലായിട്ട് നമ്മൾ മാറണം. എഡ്മണ്ട് ഹിലരിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എങ്ങനെ എഡ്മണ്ട് ഹിലരി എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത്? നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സുപ്രഭാതത്തിൽ ചെന്ന് നേരിട്ട് എവറസ്റ്റ് കൊടുമുടിയിൽ കയറിപ്പോയതല്ല എഡ്മണ്ട് ഹിലരി. 17 തവണയാണ് ജീവിതം അതിനു വേണ്ടി മാറ്റിവെച്ചു. എഡ്മണ്ട് ഹിലാരി എവറസ്റ്റ് കൊടുമുടി കീഴടക്കി കഴിഞ്ഞ ശേഷം താഴേക്ക് ഇറങ്ങുമ്പോൾ പത്രക്കാർ മുഴുവൻ ചുറ്റും നിന്നുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എന്തിനാണ് അതിനെ കീഴടക്കിയത്? ഇന്ന് വരെ ലോകം കേട്ട ഏറ്റവും മനോഹരമായ ഉത്തരം ഇതായിരുന്നു: അത് അവിടെ ഉള്ളത് കൊണ്ട്. അതാണ് ആൻസർ. അതവിടെ ഉള്ളത് കൊണ്ട്. എത്രയോ കാലങ്ങളായി ആ കൊടുമുടി മനുഷ്യനെ നോക്കി വെല്ലുവിളിക്കുകയായിരുന്നു, നിങ്ങൾക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കുക എന്നുള്ളത്. അതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറിയത്. 17 തവണയാണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കാൻ വേണ്ടി ഹിലരി ശ്രമിച്ചത്. 16ാമത്തെ തവണ 100 അടി മാത്രം ബാക്കി നിർത്തി തിരിച്ചു പോരേണ്ടി വന്നു ഹിലരിക്ക്. അന്നുവരെ ഏറ്റവും കൂടുതൽ ഉയരം കീഴടക്കിയ വ്യക്തി എന്നുള്ള രീതിയിൽ ഹിലരിക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ് സ്വീകരണം കൊടുത്തു. ബ്രിട്ടനിലെ ഹിലരി ചെന്നു, വേദിയിൽ നിന്നു, കർട്ടൻ ഉയർന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി കാണികൾ ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്. അദ്ദേഹം നോക്കുമ്പോൾ കാണികൾക്ക് പിന്നിലെ ചുവരിലായിട്ട് എവറസ്റ്റ് കൊടുമുടിയുടെ മനോഹരമായ ചിത്രം വരച്ചു വെച്ചത് അദ്ദേഹം കണ്ടു. ആ ചിത്രം കണ്ടതോടുകൂടി ഹിലരിയുടെ ഉള്ളിൽ നിന്നും ആത്മവിശ്വാസം തിളച്ചു മറിയാണ്. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ വിമൽ സ്വാഗതം പറഞ്ഞു. കായംകുളം സെന്റ് മേരീസ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ദീപ്തി, വാർഡ് കൗൺസിലർ ടി രഞ്ജിതം, അഡ്വക്കേറ്റ് അരുൺകുമാർ, കായംകുളം നഗരസഭാ സെക്രട്ടറി സനിൽ ശിവൻ, PTA പ്രസിഡന്റ് ബിനിലാൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. പേജ് നമ്പറും ആദ്യത്തെ ഒരു ഭാഗം പുറത്ത് പറയരുത്, ചുണ്ടനക്കരുത്, മനസ്സിൽ മാത്രം വിചാരിച്ചാൽ. ക്ലിയർ ആണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഈ ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വിസിറ്റിംഗ് കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. യു ക്യാൻ സേ എനിവർ ടു സ്റ്റോപ്പ്. എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് എന്ന് പറയാം. യുവർ ചോയ്സ്. ഓൾ റൈറ്റ്, ഓക്കെ. ഞാൻ അവിടെ കൃത്യമായിട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് മാറ്റണോ? വേണ്ടല്ലോ? വേണ്ട. ഓക്കെ, ഞാൻ അവിടെ തുറക്കുന്നു. ടീച്ചർക്ക് ഇതിൻ്റെ പേജ് നമ്പർ നോക്കാം, ഫസ്റ്റ് വേർഡ് നോക്കാം. പേജ് നമ്പർ, ഫസ്റ്റ് വേർഡ്. ഗാട്ട് ഇറ്റ്? ഗാട്ട് ഇറ്റ്? മനസ്സിലുണ്ടല്ലോ? ഓക്കെ. ഇനി ടീച്ചർ, ഞാൻ ബുക്ക് വെച്ചു, എന്നോട് കോപ്പറേറ്റ് ചെയ്യാം. പേജ് നമ്പർ മനസ്സിലുണ്ടെന്ന്, വാക്ക് മനസ്സിലുണ്ടെന്ന് മറക്കില്ലല്ലോ. കണ്ണിലേക്ക് നോക്കാം, കുറച്ചുകൂടി അടുത്തേക്ക് വരും. ലിസൺ ടു മൈ ഐസ്. ആ പേജ് നമ്പർ നന്നായിട്ട് മനസ്സിലായിട്ട് പേജ് നമ്പർ ബോർഡിൽ ചോക്ക് കൊണ്ട് എഴുതി കൊടുക്കുന്നത് പോലെ കൃത്യമായിട്ട് വിചാരിക്കാം. തിങ്ക് ഓഫ് ദാറ്റ്, തിങ്ക് ഓഫ് ദാറ്റ്. ടീച്ചർ ഗംഭീരമാണോ? ഭയങ്കര ഇമാജിനേഷനാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ പോലെ ഇമാജിനേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് നോളജ്. നോളജ് ഈസ് ലിമിറ്റഡ്, ഇമാജിനേഷൻ എൻസർക്കിൾസ് വേൾഡ് എന്ന് പറഞ്ഞ പോലെ ഗംഭീരമായിട്ട് ഇമാജിനേഷനാണ്. തിങ്ക് ഓഫ് ദാറ്റ്, തിങ്ക് ഓഫ് ദാറ്റ്. പെർഫെക്റ്റ്. ദാറ്റ് ഈസ് P, ഫസ്റ്റ് ലെറ്റർ. And the word is personality. ടീച്ചർക്ക് സംശയമുണ്ടോ? ഈ ബുക്ക് തുറന്നു നോക്കിക്കോളൂ. പേഴ്സണാലിറ്റി അല്ലേ പറഞ്ഞത്? അതേ വാക്ക് തന്നെ അല്ലേ നോക്കിയാൽ മതി. 84 CD ന്യൂസ് കായംകുളം.